രക്ഷാദൌത്യം 12ാം ദിനത്തിലെത്തുമ്പോൾ അർജുന്റെ ലോറിയുള്ളത് സ്പോട്ട് 4-ലെന്ന സ്ഥിരീകരണമെത്തുന്നു. ഡ്രോൺ പരിശോധനാ റിപ്പോർട്ട് 24-ന് ലഭിച്ചു. കരയിൽ നിന്ന് 132 മീറ്റർ അകലെ ചെളിയിൽ പൂഴ്ന്ന നിലയിലാണ് ലോറിയുള്ളത്. സ്പോട്ട് 4 കേന്ദ്രീകരിച്ചാണ് നിലവിൽ ശിരൂരിൽ രക്ഷാദൌത്യമെന്ന് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ 24-നോട് പറഞ്ഞു. മേഖലയിൽ നിന്ന് മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയില്ലെന്നും ഉത്തരകന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ. See, now they've given 4 points, of which 1 point we have got more signals. That point we are targeting. So we have got the update today is that we have got one more team of expert divers from Udupi, a place called Malpe. They are experts in doing the operation. Along with the naval team, they will work together, and we are taking the help of local fishermen also, because they understand the terrain, the current, high tide and low tide and everything. So we'll take their inputs. These 3 teams will sit together and come up with a plan. The problem here is that we'll have to have a strong anchor for them to get in. We just cannot allow them to go without an anchor. So that we are arranging. രക്ഷാദൌത്യത്തിനായി ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരെത്തി. ദൌത്യം ശ്രമകരമെന്ന് സ്കൂബ ഡൈവർ ഈശ്വർ മൽപെ 24-നോട്. ഇപ്പോൾ നമ്മുടെ ടീമിൽ ഒരു 8 പേരുണ്ട്. ഒരു 2-3 പേര് സ്കൂബ ഡൈവർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ SP പിന്നെ DSP അവർ കൂപ്പിട്ട് ഇവിടെ ഇന്ന വണ്ടി 15 ദിവസമായി കിട്ടിയില്ലെന്ന്. പിന്നെ ആളുകളുണ്ട്, പിന്നെ 3 പേര് സ്ഥലീയരുണ്ട്, അവർ കിട്ടിയില്ലെന്ന്. അപ്പം നമ്മൾ ഫോണാക്കി നമ്മൾ കുശൽനഗർ മടിക്കേറിലിരുന്ന് അവിടെ ഒരു ബോഡി ട്രേസിന് പോയിട്ടുണ്ട് ഈ ടീം. അപ്പോൾ അത് എടുത്തിട്ട് പിന്നെ നൈറ്റ് ഇങ്ങനെ വന്ന് കാലിൽ ഇപ്പോൾ വന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഗംഗവളി ഇത് തണ്ണി ഭയങ്കര സ്പീഡിൽ இருக்குது കറണ്ട്. ഒരു 60-70 ஸ்பீடில் ஒரு வண்டி எங்கே போகும் அதே ஸ்பீடில் ஒரு தண்ணி அது அத்தனை ஸ்பீடு ஒன்று கீழே வேலை பண்ணுறது நம்மளை ஒருவோட புத்திமுட்டு என்ன പറഞ്ഞാൽ கீழே ஒரு கம்பி அது என்னெல்லாம் കിട്ടുന്ന അത് ഞങ്ങൾ പെർസെൻ്റ് നോക്കണം. വിശാഖപട്ടണത്ത് നിന്ന് നാവികസേനാ വിദഗ്ധരെ എത്തിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്നലെ മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പാന്തൂൺ കൊണ്ടുവരണമെന്നുള്ളത് ഉൾപ്പെടെ. മീറ്റിംഗിലെടുത്ത തീരുമാനം നിർബന്ധമായി നടപ്പിലാക്കണം. അത് എന്ത് പ്രയാസവും പ്രശ്നമുണ്ടെങ്കിലും അടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഇടപെടണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചു. നമ്മുടെ രാജ്യത്ത് നേവിയുടെ ബേസുകളിൽ ഏറ്റവും നന്നായി ഫലപ്രദമായി ഇടപെടാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ സംവിധാനങ്ങളെ കൂടി ഈ രക്ഷാദൗത്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. തഗ് ബോട്ടിന് നങ്കൂരമിടാൻ കഴിയും. ബോട്ടിൽ നിന്നും മുങ്ങൽ വിദഗ്ധർ വന്നു പോകുന്ന നിലയിലേക്കുള്ള തഗ് ബോട്ടിൻ്റെ സംവിധാനത്തെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് പൊതുവേ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായിട്ടുള്ള തഗ് ബോട്ട് സംവിധാനം ഇവിടെ അധികം വൈകാതെ തന്നെ വരും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറും അരുൺ പൂപ്പറമ്പയും S. ശ്രീകാന്തുമാണ് ചേരുന്നത്. ആദ്യം S. ശ്രീകാന്തിലേക്കാണ് പോകുന്നത്. ശ്രീകാന്ത്, ഈ ഓരോ ദിവസവും വൈകിട്ടാകുമ്പോഴേക്കും വലിയ നിരാശയിൽ ഓരോ ദിവസവും എരിഞ്ഞടങ്ങുന്നു. ഇന്ന് പ്രഭാതത്തിലും ഇന്ന് എന്തെങ്കിലും കാര്യമായി സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുമ്പോൾ ഒരു സ്ഥിരീകരണം എത്തുന്നു. കരയിൽ നിന്ന് 132 മീറ്റർ അകലെയാണ് ലോറി ഉള്ളത്, അല്ലെങ്കിൽ ട്രക്ക് ഉള്ളതെന്ന സ്ഥിരീകരണം എത്തുന്നു. അതനുസരിച്ച് ഇപ്പോൾ തെരച്ചിൽ, പുതിയ സംവിധാനങ്ങളുടെ ഒരു പ്രയോജനം അത് എത്രത്തോളം ഉണ്ടാകും? ഇന്ന് ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഇവിടെ എത്തിക്കും, അതുപയോഗിച്ച് പരിശോധന നടത്തും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തുന്നതിന് വലിയ കാലതാമസം നേരിടും എന്നുള്ളതാണ്. കാരണം ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ കൊണ്ടുവരുന്നത് അത് ഇവിടെ തന്നെയുണ്ട്, ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ. പക്ഷേ അത് ഇവിടെ എത്തിക്കുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതിനാൽ തന്നെ ഈ പ്രദേശത്തേക്ക് അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ടെക്നീഷ്യന്മാർ ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഈ സ്ഥലത്ത് കാർവാറിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എന്ന് പറയുന്നത്. പക്ഷേ അതിന് പ്രവർത്തിപ്പിക്കുന്ന ടെക്നീഷ്യന്മാരുടെ അഭാവമുണ്ട്. അത് രാജസ്ഥാനിലാണുള്ളത്. അവിടെ നിന്നും അവരെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം ജില്ലാ കളക്ടർ തന്നെ, ഉത്തരകന്നഡ ജില്ലാ കളക്ടർ തന്നെ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഈ ആ സ്ഥലത്തു നിന്നും രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവരും എന്നുള്ളതാണ് അദ്ദേഹവും പറയുന്നത്. നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് തൽക്കാലം ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എന്നുള്ള കാര്യം അത് രാജസ്ഥാനിൽ നിന്നും ടെക്നീഷ്യന്മാർ എത്തിയ ശേഷം മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. പൂർണ്ണമായും ഒരു ഉറപ്പും അക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടുകൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മാൽപ്പയിൽ നിന്നും ഒരു പ്രത്യേക ദൗത്യ സംഘം വന്നിരുന്നു. അവർ ഈ സ്കൂബ ചെയ്യുന്ന ആളുകളാണ്. ഈശ്വർ മാൽപ്പ എന്നാണ് പേര്.
ഏതാണ്ട് 1000-ലധികം രക്ഷാപ്രവർത്തനം സമാനമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നു. അവരെത്തി സ്കൂബ ചെയ്യുന്നതിന് വേണ്ടി ഈ ബോട്ടിൽ നദിയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നുണ്ട്. അവർക്കത് സാധ്യമാകുമോ എന്നുള്ളത്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം നിൽക്കുന്നത്, ഈ നദിയിലെ അടിയൊഴുക്കിനെ മറികടക്കാൻ സാധിക്കുന്ന തരത്തിൽ ആങ്കർ എത്തിക്കണം. അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് ആദ്യം പരിശോധിച്ചത്. അത് ഇവിടുത്തെ പോർട്ടിൽ നിന്നും എത്തിക്കാം എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നേവിയുടെ ടെക്നിക്കൽ ടീം അത് പരിശോധിച്ച് ഇവർക്ക് ഇറങ്ങാൻ കഴിയും എന്ന അനുമതി നൽകണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇറങ്ങി അത് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് സാധിക്കില്ല. ഷിരൂർ മേഖലയിൽ വലിയ മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടിയൊഴുക്കം ശക്തമാണ്. ഇനി ഈ ആങ്കർ വരണം, അത് അടിത്തട്ടിലേക്ക് ആങ്കർ സ്ഥാപിക്കണം. ഇവർ ഈ സ്കൂബ ടീം സാഹചര്യം പരിശോധിച്ച് ഈ നേവി ടെക്നിക്കൽ ടീം അനുമതി നൽകി അവർ ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഘട്ടമായുള്ളത്. പക്ഷേ അതൊക്കെ നടക്കണമെങ്കിൽ ഇനിയും ഈ സാധനങ്ങൾ ഇവിടേക്ക് എത്തുക എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. സ്പോട്ട് കണ്ടെത്തി എന്നതൊഴിച്ചാൽ തുടർ നടപടികൾ എങ്ങനെ വേണം എന്ന കാര്യത്തിൽ അവ്യക്തത തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതിൽ കാര്യമായ പുരോഗതി ഇനിയും ഉണ്ടായിട്ടില്ല. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനിയിപ്പോൾ ഷഫീദ് റാവുത്തർ കൂടിയുണ്ട്. ഷഫീദ്, നമ്മുടെ പ്രേക്ഷകർ ഓരോ ദിവസം ചെല്ലുന്തോറും അവരുടെ ഒരു ക്ഷമ നശിക്കുന്നു. വലിയ ആശങ്കയിലാണ് അവർ. ഇനിയിപ്പോൾ എന്താകുമെന്നുള്ളൊരു ചോദ്യം അത് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കുമുണ്ട്. ഇന്നെങ്കിലും ഇതിനൊരു പ്രയോജനം ഉണ്ടാകണം. ഇന്ന് വൈകിട്ടോടെയെങ്കിലും പ്രേക്ഷകരിലേക്ക് നമുക്ക് ഈ തെരച്ചിലിന് ഒരു അവസാനമായി എന്നുള്ള വാർത്ത എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഓരോ ദിവസവും പുലരുന്നത്. ഇന്നിപ്പോൾ കുറേ കൂടി വ്യക്തതകൾ കാര്യങ്ങളിൽ എത്തുമ്പോൾ ഈ തെരച്ചിലിന് കാലാവസ്ഥ ഇന്ന് പ്രതികൂലമാണോ? അടിയൊഴുക്ക്, വലിയ ശക്തമായ അടിയൊഴുക്ക്, അതിപ്പോൾ ആ പരിസരത്ത് മഴ പെയ്തില്ലെങ്കിൽ പോലും വൃഷ്ടിപ്രദേശത്ത് മഴയുണ്ടാകുമ്പോൾ കുത്തൊഴുക്കുണ്ടാകുന്നു, അടിയൊഴുക്ക് കൂടുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു തെരച്ചിലിന് ഏത് രീതിയിലുള്ള കാലാവസ്ഥയാണ് ഇന്നുള്ളത്? കൂടുതൽ വിവരങ്ങൾ എന്താണ് ഷഫീദ്? ശിരൂരിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അല്പസമയം മുൻപും ഇവിടെ മഴയുണ്ടായിരുന്നു, ശക്തമായ മഴയായിരുന്നു. അപ്പോൾ അടിയൊഴുക്ക് കുറഞ്ഞ, അണ്ടർ കറൻസ് കുറഞ്ഞ ഏതെങ്കിലും തരത്തിലൊരു തിരച്ചിൽ നടപടിയിലേക്ക് ഇറങ്ങാം എന്നുള്ളതിൽ പ്രതീക്ഷയൊന്നും വെക്കേണ്ടതില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതേസമയം മറ്റ് സമാന്തര വഴികളിൽ കൂടി തെരച്ചിൽ നടത്തുക എന്നുള്ളത് മാത്രമാണ് നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ നാവികസേനയ്ക്കും ജില്ലാ ഭരണകൂടത്തിനും മുൻപിലുള്ള രക്ഷാദൗത്യ സംഘത്തിന് മുൻപിലുള്ള ഏക വഴി. പക്ഷേ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമുക്ക് വളരെ പോസിറ്റീവായ ഒരു റിസൾട്ട് ലഭിച്ച ദിവസമാണ്. ഒരു കാര്യത്തിൽ മാത്രം, അത് ഈ ഡ്രോൺ പരിശോധന ഫലമായിരുന്നു. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ പരിശോധന നടത്തുകയായിരുന്നു. ഡൈബോർഡ് പരിശോധന അത് നടത്തുകയായിരുന്നു. ഡൈബോർഡ് പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ ഇന്ന് സ്ഥിരീകരിച്ച് പുറത്തു വന്നു. അതായത് അർജുന്റെ ട്രക്കുള്ളത് സ്പോട്ട് 4-ലാണ് എന്നുള്ള കാര്യം ഇന്ന് സ്ഥിരീകരിച്ച് ഡ്രോൺ പരിശോധനാ സംഘം ഒരു റിപ്പോർട്ടായി കാർവാർ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 10 മണിക്ക് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം ചേർന്ന അവലോകന യോഗം സംഭവിച്ചത്, അല്ലെങ്കിൽ അത് ചേർന്നത്. ഏതായാലും ആ യോഗത്തിൽ അവർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഡ്രോൺ പരിശോധനാ റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നുണ്ട് സ്പോട്ട് 4-ലാണ് അർജുന്റെ ട്രക്ക് ഉള്ളത്. നദിയുടെ കരയിൽ നിന്നും സ്പോട്ട് 4-ലേക്ക് 132 കിലോമീറ്റർ ദൂരം. അതായത് നമുക്കറിയാം, ഈ നദിക്ക് നടുവിൽ, ഗംഗാവലി നദിക്ക് നടുവിൽ 2 മൺകൂനകളുണ്ട്. പ്രധാനമായും പൊങ്ങി നിൽക്കുന്ന 2 മൺകൂനകളുണ്ട്. അതിൽ ഏറ്റവും ഹൈറ്റുള്ള മൺകൂനയുടെ സമീപത്താണ് ഈ 132 മീറ്റർ ദൂരെ, നദിക്കരയിൽ 132 മീറ്റർ ദൂരെ ആ മൺകൂനയ്ക്ക് സമീപമാണ് ഈ സ്പോട്ട് 4 ഉള്ളത്. അതിൽ മറ്റ് ചില കണ്ടെത്തലുകൾ കൂടി നടത്തുന്നുണ്ട്. ട്രക്കിന് ഭാഗികമായി തകരാർ സംഭവിച്ചു എന്നുള്ളതാണ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയത്. ക്യാബിനൊരു പക്ഷേ മുകളിലായിരിക്കാം, പക്ഷേ അതിന് പുറത്ത് കല്ലും മണ്ണും ചെളിയും അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതും ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ആയിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തത് അതൊരു പ്രിസൈസ് കാര്യമായി അവർ പറയുന്നില്ല. പകരം ഈ ടർബിഡിറ്റി അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഈ ഹൈ വേവ് ടൈഡ് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ട്. അതുകൊണ്ട് ആ പരിശോധന നടത്താൻ, ഈ തെർമൽ ഇമേജിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ ചില തടസ്സങ്ങളുണ്ട്. പക്ഷേ നടത്തിയ പരിശോധനയിൽ ലഭിച്ച സിഗ്നലിൽ ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യം, മനുഷ്യ സാന്നിധ്യം, ഒരു സജീവമായ ഒരു ആക്റ്റീവ് ഹ്യൂമൻ പ്രസൻസ് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ആക്യുറേറ്റായി ട്രക്ക് എവിടെ എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അവിടെ നിലവിലത്തെ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം ഇല്ല എന്നുള്ളതും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ഇതിൽ പാരലായിട്ടുള്ള മറ്റു ചില പരിശോധനകളാണ്. അത് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ അടക്കമുള്ള കാര്യങ്ങളാണെങ്കിലും, അതല്ല ടഗ് ബോട്ട് ആണെങ്കിലും, മറ്റ് സംവിധാനങ്ങളാണെങ്കിലും, അതിനൊക്കെ ഇറങ്ങണമെങ്കിൽ, അത് സാധ്യമാകണമെങ്കിൽ, അത് പരീക്ഷിക്കണമെങ്കിൽ പോലും അടിയൊഴുക്ക് കുറയണം. പക്ഷേ അങ്ങനെ ഒരു കാലാവസ്ഥ നിലവിലിപ്പോൾ ശിരൂരിലില്ല. ഇന്ന് രാവിലെ മുതൽ ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നെങ്കിൽ അല്പസമയം മുൻപ് വീണ്ടും മഴ പെയ്തു, കുത്തിയൊലിച്ച് ഗംഗാവലി നദി ഒഴുകുകയാണ്. സ്മിത. ശരി.
ഷഫീദ് റാവുത്തറും എസ് ശ്രീകാന്തുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് എത്തിച്ചത്. ഇന്നിപ്പോൾ കുറെ കൂടി വ്യക്തത വരുന്നു. സ്പോട്ട് 4-ൽ ട്രക്കുണ്ടെന്ന് അറിയുന്നു. കരയിൽ നിന്ന് 132 മീറ്റർ ദൂരെയാണ് ട്രക്കുള്ളതെന്നും സ്ഥിരീകരണം. അതനുസരിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്.